ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അബീസ് വ്ളോഗ്സ്. ഞാനിന്ന് പറമ്പിലേക്ക് ഇറങ്ങിയപ്പോൾ ഞങ്ങളുടെ പേരയിൽ നിന്നും 2 പേരയ്ക്ക കിട്ടി. ഒന്നൊരു വലിയ പേരയ്ക്ക, നല്ല പഴുത്ത ഒരു പേരയ്ക്ക. മറ്റേത് ഒരു ചെറിയ പേരയ്ക്കയാണ്, എങ്കിലും അതും അത്യാവശ്യം പഴുത്തിട്ടുണ്ട്. ഇതുകൊണ്ട് അടിപൊളി ഒരു ജ്യൂസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതിനുവേണ്ടി ഞാനതൊന്ന് കഴുകി എടുത്തിട്ടുണ്ട്. തൊലി കളയുന്നില്ല, ഗാർഡൻ ഫ്രഷ് ആയതുകൊണ്ട്. ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. പേരയ്ക്കയെല്ലാം ഞാനിവിടെ കട്ട് ചെയ്തെടുത്തു. ഇനി അതൊരു മിക്സിയുടെ അരയ്ക്കുന്ന ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഗുവ ജ്യൂസ് ഉണ്ടാക്കുന്നതിന് 3 ഇൻഗ്രീഡിയൻറ്റിൻ്റെ ആവശ്യമേ ഉള്ളൂ: പേരയ്ക്ക, വെള്ളം, പഞ്ചസാര. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനിയും ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ആദ്യമേ ഒത്തിരി വെള്ളം ചേർക്കരുത്, തണുത്ത വെള്ളമാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. വെള്ളവും കൂടി ചേർത്ത് ഇതൊന്ന് അടിച്ചെടുക്കാം. പേരയ്ക്ക ഞാനിവിടെ അടിച്ചെടുത്തു. ഇനി അതൊരു ബൗളിലേക്ക് ഒരു അരിപ്പയിൽ കൂടി ഒന്ന് അരിച്ചെടുക്കാം. ഈ ചൂടുകാലത്ത് ഇങ്ങനെ പേരയ്ക്ക ജ്യൂസ് അടിച്ചു കുടിച്ചാൽ നമ്മുടെ ശരീരത്തിലെ ജലാംശം നഷ്ടപ്പെടാതിരിക്കാനായിട്ടത് സഹായിക്കും. അതുപോലെ തന്നെ ഇതിനകത്ത് വൈറ്റമിൻ സി ധാരാളം അടങ്ങിയിട്ടുണ്ട്. ഇമ്മ്യൂണിറ്റി പവർ വർദ്ധിപ്പിക്കാനായിട്ട് നല്ലതാണ്. കലോറി മൂല്യം കുറവുള്ളതുകൊണ്ട് വെയിറ്റ് ലോസിന് ഇത് വളരെ നല്ലതാണ്. ഇത് ഒരുപാടിട്ട് അടിച്ച് ഇതിൻ്റെ കുരു അരഞ്ഞു പോകരുത്, പൾപ്പ് മാത്രം ഒന്ന് അരഞ്ഞു കിട്ടിയേച്ചാൽ മതി. ഇത് കണ്ടോ, ഇവിടെ ഇപ്പം കുരു ഒന്നും അരഞ്ഞു പോയിട്ടില്ല. ഇനി നമുക്ക് മിക്സിയുടെ ജാറ് കഴുകി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ ആദ്യമേ കുറച്ച് വെള്ളം മാത്രമേ ചേർത്തിട്ടുള്ളൂ അരയ്ക്കാനായിട്ട്. ജ്യൂസെല്ലാം ഞാനിവിടെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ ഗുവ ജ്യൂസ് ഇവിടെ റെഡിയായി. ഇതൊരു 2 ഗ്ലാസ് ജ്യൂസിനുണ്ട്. ഇനി ഇത് 2 ഗ്ലാസ്സിലേക്ക് നമുക്ക് സെർവ് ചെയ്യാം. ഇതിനുവേണ്ടി ഞാനിവിടെ 2 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അവ ഓരോന്നിലേക്കും 2 പീസ് ഐസ് ക്യൂബ്സ് വെച്ചൊന്ന് ഇട്ട് കൊടുക്കാം. ഈ ജ്യൂസ് ചില്ല് ചെയ്ത് കുടിക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. ഇനി നമുക്ക് ഈ ജ്യൂസ് ഓരോ ഗ്ലാസ്സിലേക്കും സെർവ് ചെയ്യാം. അപ്പോൾ വളരെ ഈസിയായി തയ്യാറാക്കാൻ പറ്റുന്നതും നല്ല ഹെൽത്തിയുമായിട്ടുള്ള ഗുവ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഗാർഡൻ ഫ്രഷ് ആണ്. പേരയ്ക്ക വാങ്ങിക്കുന്നവർ നന്നായിട്ട് കഴുകിയൊക്കെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇതുപോലെ പേരയ്ക്ക വീട്ടിലുള്ളവർ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ഇതുവരെയും എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ അടുത്തുള്ള ബെല്ലൈക്കൻ കൂടി മറക്കാതെ ഒന്ന് എനാബിൾ ചെയ്യണം. ഇതുവരെ എനിക്ക് തന്ന എല്ലാ സപ്പോർട്ടിനും നന്ദി. ഇനി മറ്റൊരു വീഡിയോ കാണാം. ടിൽ ദെൻ ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.